സ്ഥലമെടുപ്പിന് തടസ്സം നിന്നത് ബി ജെ പിക്കാരാണോ ഹാഷ്മി? നിങ്ങൾ പരിശോധിക്കുക ചരിത്രം. സ്ഥലമെടുപ്പിന് തടസ്സം നിന്നത് ആരായിരുന്നു? അവരെ ആണ് കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത്. അവിടെ നിങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിശ്ചയദാർഢ്യമുള്ള നേതാവെന്നാക്കുമ്പോൾ ആരിതിന് തടസ്സം നിന്നത്? ബി ജെ പി ആണോ? ആർ എസ് എസ് ആണോ? അതോ ഞങ്ങളുടെ ഏതെങ്കിലും പരിവാർ പ്രസ്ഥാനങ്ങളാണോ? ഒന്നുമല്ല. സ്ഥലമെടുപ്പിന് തടസ്സം നിന്നതൊക്കെ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. വീതി കുറച്ച് തരണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് പോയവരാണ്. ഞാൻ പ്രകാശ് മാഷ് സംസാരിച്ച സമയത്ത് എപ്പോഴെങ്കിലും ഒരു വാചകത്തിൽ അദ്ദേഹം ഇതിനെ എന്താണ് ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിനെ സംബന്ധിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും തെളിവ് അദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. നോക്കൂ, ഇത്തരത്തിലൊരു അറിയിപ്പ് NHA നിന്നോ അല്ലെങ്കിൽ ഉപരിതല ഗതാഗത വകുപ്പിൽ നിന്നോ കിട്ടിയ സമയത്ത് മുഹമ്മദ് റിയാസിനെ അതിനകത്ത് ഇല്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രി ക്ഷണിച്ചുകൊണ്ട് കത്ത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാവില്ല. അല്ലാതെ ഒരു സുപ്രഭാതി രാവിലെ വിളിച്ചിട്ട് നരേന്ദ്രമോദി പറഞ്ഞില്ല പിണറായി വിജയൻ നിങ്ങൾ അവിടെ വരെ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞതൊന്നുമല്ലോ. ഇതിനൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമല്ലോ. ആ കമ്മ്യൂണിക്കേഷൻ സമയത്ത് ഇദ്ദേഹത്തെ ക്ഷണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് എന്തുകൊണ്ടുണ്ടാതായി പോയി? മറ്റേ മന്ത്രി രാജേഷിനെയും അതേപോലെ തന്നെ ശ്രീ കൃഷ്ണൻകുട്ടിയും ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടെന്ന് കാണുന്നു. എന്തുകൊണ്ട് ആ തിരിച്ചറിവ് അന്നേരം ഉണ്ടാകാതായി പോയി? അപ്പൊ ഇതൊരു വിവാദം ഉണ്ടാക്കാൻ അറിയില്ല. എന്താണ് താങ്കൾ പറയുന്നതിലെ ക്ലാരിറ്റി താങ്കൾക്ക് അതിനില്ല. എന്തിനാ പത്രത്തിൽ നിതിൻ ഗഡ്കരിയുടെ പേരുണ്ട്, പത്രത്തിൽ ഇവരുടെയൊക്കെ പേരുണ്ട്. ഇവരെയൊക്കെ ചിലപ്പോൾ ഒഴിവാക്കിയാൽ പോലും ഈ പരിപാടിക്ക് ഏറ്റവും വിളിക്കേണ്ട ആളുടെ പേരെന്താണ്? ഞാൻ പറഞ്ഞതിനകത്ത് എന്ത് ക്ലാരിറ്റി കുറവ് ഹാഷ്മിക്കുള്ളൂ അത് പറയും. അല്ല, ഞാനാ പറയുന്നത്. എന്താണ് ഞാനാ പറയുന്നത്? എന്താണ് ഞാൻ പറയല്ലേ? അതായത് ഈ പരിപാടിക്ക് വിളിക്കേണ്ട ഏറ്റവും ആവശ്യമുള്ള കേന്ദ്രത്തിൽ നോഡൽ ഏജൻസിയുടെ തലവനായ മുഹമ്മദ് റിയാസിനെ വിളിക്കാതിരിക്കുകയും അദ്ദേഹത്തിന്റെ ശിലാഫലകത്തിൽ പേരുണ്ട് എന്നതിന് അർത്ഥം എന്താണ്? അദ്ദേഹത്തെ ക്ഷണിക്കപ്പെട്ടില്ല എന്ന് രാവിലെ 9 മണിക്കാണ് അറിഞ്ഞത്. അദ്ദേഹത്തിനെ ക്ഷണിക്കണമായിരുന്നു എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കമ്മ്യൂണിക്കേഷൻ പോയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ശിലാഫലകത്തിൽ പേര് വരുന്നത് എങ്ങനെയാ? അത് എന്നോട് ചോദിച്ചോ? അത് BW കാരോട് NHA കാരോട് ചോദിക്കണം. അത് എന്നോട് ചോദിക്കുന്നത്. BJP കാരോട് ചോദിക്കുന്നത് ശിലാഫലത്തിൽ എങ്ങനെ പേര് വന്നത്? ഞാൻ എങ്ങനെ പറയുന്നതിന് മറുപടി? അതാണ് പ്രശ്നം. അത് ഞാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ മരുമോൻ എന്നുള്ള നിലവാരം ഹാഷ്മി NHA തയ്യാറാക്കിയ ശിലാഫലകത്തിൽ മുഹമ്മദ് റിയാസിന്റെ പേര് വന്നത് എങ്ങനെയാണെന്ന് എന്നോട് ചോദിച്ചിട്ട് ഒരു ക്ഷണവുമില്ലാത്ത അടുപ്പിക്കേണ്ടാത്ത ഒരാളുടെ പേരെങ്ങനെയാണെന്നേ ശിലാഫലകത്തിൽ വരുന്നത്? CBSE ഞങ്ങൾക്ക് ആരോടും തൊട്ടുകൂടായ്മയൊന്നുമില്ലെന്ന്. ഞങ്ങൾക്ക് ഒരു മനുഷ്യരോടും തൊട്ടുകൂടായ്മ. ഇവിടെ നരേന്ദ്രമോദിയുടെ തൊട്ടുകൂടായ്മ കൊണ്ടാണെന്നൊക്കെ വേറെ ആൾക്കാരാണ് ഇപ്പം വിളിച്ചില്ല പറഞ്ഞ പരാതി പറയുന്നവരാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ശിവഗിരി വന്നപ്പോൾ ഞങ്ങൾ ആരും ബോത്തിൽ പറഞ്ഞ് ബഹിഷ്കരിച്ച് നടന്നത്. ഇപ്പോഴാണല്ലോ കൂടിയിരിക്കാനും ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും റീൽ എടുക്കാനും ഒക്കെ മോഹം ഉണ്ടായത്. എന്തേ? ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നല്ലോ, BJPയുടെ ദേശീയ പ്രസിഡന്റ് ഒന്നും അല്ലായിരുന്നല്ലോ. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിജി ശിവഗിരി തന്ന സമയത്ത് എന്തിനാ ബഹിഷ്കരിച്ച് മാറിയുന്നത്? എന്തിനാണ് പ്രതിഷേധം ഉയർത്തിയത്? അപ്പൊ അതൊക്കെ പോട്ടെ. അപ്പൊ ഇപ്പൊ എന്ത് പക തീർക്കൽ? ഞങ്ങൾക്ക് ആരോടും പകയില്ല. ഞങ്ങൾക്ക് സംസ്ഥാനത്തിന്റെ വികസനമാണ് പ്രശ്നം. വികസിത കേരളമാണ് ഞങ്ങളുടെ പ്രശ്നം. ഈ വികസിത കേരളം റെഡിയാക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യും? അത് പോട്ടെ. പിന്നെ ജിൻഡോ പറഞ്ഞ എന്താ കാര്യം? പൊട്ടിപ്പൊളി നടത്തവരാണ് ഇത്. ജിൻഡോയ്ക്ക് അറിയാൻ പറ്റാത്തവരാണോ? 2 റീച്ചുകളുടെ പണി പൂർത്തീകരിച്ചു. അതാണ് ഉദ്ഘാടനം ചെയ്തത്. കഴിഞ്ഞ ദിവസം കായിക മന്ത്രി അബ്ദുൾ റഹ്മാൻ പോയിട്ട് ഒരു കായിക ഭവനം ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ? ജിൻഡോ കുറെ കട്ടനിട്ട് മറച്ചിട്ട് ജനങ്ങളെ പറ്റിച്ചൊരു ഉദ്ഘാടനം നടത്തിയിട്ട് പോകുന്നത് അമ്മാതിരി മാവാങ്കൊന്നും ഞങ്ങൾ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ജിൻഡോ പറഞ്ഞതിനകത്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ രാജേന്ദ്രശേഖർ ആരാണ്ടൊക്കെ മരുമോനാണെന്നൊക്കെ പറയുന്നു. ആ മരുമോനകത്ത് എന്താ കുഴപ്പമുള്ളത്? നിങ്ങൾ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടോ, ഹാഷ്മിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തിരുത്തട്ടെ, എനിക്കറിയത്തില്ല.